എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായി അരുളി ചെയ്തു, സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷു നീ. ദേഹം നിമിത്തമീ ദുഃഖമറിക നീ. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ട് മോഹാദഹംകൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. അവിദ്യാ സമുദ്ഭവ വസ്തുവായുള്ളോന്ന് അഹങ്കാരമോർക്ക നീ. ചിച്ഛായയോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയപ്പിണ്ടവത് സദാ. തേന ദേഹത്തിന് താതാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാഹന്ത നൂനമാത്മാവിനു മായയാ. ദേഹോഹമദ്യൈവ കർമ്മകർത്താഹം ഇത്യാഹന്ത സങ്കൽപ്യ സർവദാ ജീവനും. കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ച് ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടും ആശ കീഴ്പോട്ടും ഭ്രമിച്ച് അതിതാൽപര്യവാൻ പുണ്യപാപാത്മക സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ. വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധൗ ഉത്തമാംഗം കൊള്ള വീഴും അധോ ഭുവി. പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലേ ചെന്ന് പതിച്ച് നീഹാരസമേതനായി ഭൂമൗ പതിച്ച് ശാല്യാദികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ട് വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ. എന്നതിലൊന്ന് രേതസായി ചമഞ്ഞ് അതു ചെന്ന് സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോടു സംയുക്തമായി വന്നതാനേ ജരായു പരിവേഷ്ടിതവുമാം. ഏകദിനേന കലർന്നു കലലമാമേകീഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ബുദാകാരമാം. പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്. അതു മാസാർദ്ധകാലേന പിന്നെയും മെല്ലവേ പേശി രുധിര പരിപ്ലുതമായി വരുമാസ്. തസ്യാം അങ്കുരോത്പത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ. പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലീജാലവും. 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും. നാസികാകർണ നേത്രങ്ങളും 5 മാസം കൊണ്ട്. ഷഷ്ടമാസേ പുനഃകിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം. പിന്നെ മേഢ്രോപസ്ഥ നാഭിപായുക്കളും സപ്തമേ മാസി ഭവിക്കും. പുനരുടൻ ഗുപ്തമായൊരു ശിരക്കേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും. പുനരപി പുഷ്ടമായിടും ജഠരസ്ഥലാന്തരേ 9-ാം മാസേ വളരും ദിനം പ്രതി കമ്പം ചരണാദികൾക്കും വരും. പഞ്ചമേ മാസി ചൈതന്യവാനായി വരും അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ. നാഭിസൂത്രാൽപരേന്ദ്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താന്നരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹുർമൃത്യുവരാ നിജകർമ്മബലത്തിനാൽ. പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ച് ദുഃഖിച്ചു ജാഠരവന്യപ്രദക്തനായി തത്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 10,100,000 ജോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം. പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിത്. നിത്യകുടുംബഭരണൈകസക്തനായി വിത്തമന്യായമായ ആർജിച്ചിതന്വഹം.
വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ. കൃഷ്ണ കൃഷ്ണേതി ജപിച്ചിലൊരിക്കലും തദ്ഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്ന് ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്ന് എന്ന് ബാഹ്യസ്ഥലേ കൽപ്പോടെനിക്കു പുറപ്പെട്ടു കൊള്ളാവോ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സത്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണ സ്വാമി തന്നെയൊഴിഞ്ഞ് മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ. ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവസ്തുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിധൗ ഭൂതലേ ചിത്തതാപേന പിറക്കും വിധിവശാൽ സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ധ്രേണ പീഡാന്വിതം പാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പൊറാസഖേ. നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോദ്ഭവനാശവും ദേഹമൂലം സഖേ. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽ പരം മേലേ ഇരിപ്പത് ആത്മാപരൻ കേവലൻ. ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ച് മോഹമകന്ന് ആത്മജ്ഞാനിയായി വാഴുക നീ. ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരമച്യുതം സർവജഗന്മയം ശാശ്വതം മായാവിനിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹം അകലുമെല്ലാവനും. പ്രാരബ്ധകർമ്മവേഗാനുരൂപം ഭുവി പാരമാർത്ഥ്യാത്മന വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാം തവ ചെറ്റ് ദുഃഖം മനക്കാമ്പിലുണ്ടാകൊല. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോട് ഭക്തജനത്തിന് മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗ ബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ഡരീകോദ്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്ത് വന്ന് തന്നാപത്തിനായി കട്ടുകൊണ്ടുപോം മായയാ. ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജനിയോഗാൽ കപികുലം ദക്ഷിണവാരിധി തീരദേശേവരും തത്ര സമാഗമം നിന്നോട് വാനരർക്കെത്തുമൊരു നിമിത്തേന നിസ്സംശയം. എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉദ്ഭവിച്ചിടുമതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി. വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായി എന്നേ വിചിത്രമേ നന്നെത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവകഥാമൃതമാഹാത്മ്യം ആരാലും ഓർത്താൽ അറിയാവതല്ലേതും. രാമനാമാമൃതത്തിന് സമാനമായി മാമകേ മാനസേ മറ്റു തോന്നിലഹോ. നല്ലതുമേന്മേൽ വരേണമേ നിങ്ങൾക്ക് കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായതിപ്രയത്നം ചെയ്കിലർണവം ഇന്ന് തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ട് സംസാരവാരാനിധിയെ കടക്കുന്നിതേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാദി വിഹായസാം.
പിന്നെ കപിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാൻ. ഉഗ്രം മഹാനക്രചക്രഭയങ്കരം അഗ്രേ സമുദ്രമാലോക്യ കവികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാർ എങ്ങും മറുകര കാണുവാനുമില്ലല്ലോ. ആപതല്ലാത്തതു ചിന്തിച്ച് ഖേദിച്ച് ചാപതിനെന്തവകാശം കവികളെ. ശക്രതനയ തനൂജനാം അംഗദൻ മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ. എത്രയും വേഗമലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ വെച്ചിങ്ങ് വന്നെന്നോടൊരുത്തൻ പറയണം ഞാൻ ഇതിനാളെന്ന്. അവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവ രാമസൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അംഗദൻ ഇങ്ങനെ ചൊന്നതു കേട്ട അവർ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞിലൊരുത്തരും. അംഗദൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ. ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകം ഉച്യതാമുദ്യോഗപൂർവകം. ചാടാമെനിക്ക് ദശയോജന വഴി, ചാടാം 20 എനിക്കെന്നൊരു കവി. 30 ചാടാമെനിക്കെന്ന അപരനും, അപ്പടി 40 മറ്റേവനും, 50, 60, 70 ആമെന്നും 80 ചാടാം എനിക്കെന്നൊരുവനും, 90 ചാടുവാൻ ദണ്ഡമില്ലേകനെന്ന്. അർണവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ല ഈ കടൽ മർക്കട വീരരേ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ഛന്നനായി 3 അടിയായളക്കും വിധൗ യൗവനകാലേ പെരും പറയും കൊട്ടി 37 വട്ടം വലത്തു വെച്ചിടിനേൻ. വാർദ്ധകഗ്രസ്തനായേനിതാനീം ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്ക് ചെയ്തേൻ ദശമാത്രയാ. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലകൾ ഓർത്തോളം അത്ഭുതമെത്രയും. യുദ്ധം അജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരിപൗത്രനും ചൊല്ലിനാൻ. അങ്ങോട്ടു ചാടാം എനിക്കെന്ന് നിർണയം. ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർഥ്യമില്ല മറ്റാർക്കും, എന്നാകിലും സാമർഥ്യമുണ്ട് ഭവാൻ ഇതിനെങ്കിലും ഭൃത്യജനങ്ങൾ അയക്കയില്ലെന്നുമേ. ഭൃത്യരിലേഖനുണ്ടാമെന്നതേ വരൂ, ആർക്കുമേയില്ല സാമർഥ്യം. അനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലോ വയം. താരേയനേവം പറഞ്ഞോരനന്തരം സാരസസംഭവനന്ദനൻ ചൊല്ലിനാൻ. എന്ത് ജഗത്പ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ. കണ്ടീല നിന്നെയൊഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാതാത്മജനാകയുമുണ്ട് അവൻ തന്നോടു തുല്യബലവേഗമോർക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥന് പുത്രനായി അഞ്ജന പെറ്റുളനായൊരു സത്വഗുണപ്രധാനൻ ഭഗവാൻ കേവലം അഞ്ജനാ ഗർഭച്യുതനായി അവനീരഞ്ജസാ ജാതനായി വീണ നേരം ഭവാൻ. 500 യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതു മാനസേ. ചണ്ഡകിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തൊടുതുടെ കണ്ടു നീ. പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ച് മാരുതൻ പിന്നെയും കൊണ്ടുപോയി പൊക്കിതു പാതാളം. അപ്പോൾ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്ന് അനുഗ്രഹിച്ചിടിനാർ. മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്ന് കൽപ്പിച്ചതിന് ഇളക്കം വരാ നിർണയം.
ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ. നാംനാ ഹനുമാനിവനെന്നു സാദരം വജ്രം ഹനുവിങ്കലേറ്റു മുറുകയാല ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. നിൻ കയ്യിലല്ലയോ തന്നത് രാഘവൻ അങ്കുലീയം, അതും എന്തിനെന്നോർക്ക നീ. ത്വദ്ബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിന് ഈ പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടോ യുദ്ധം. വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനും ഉദ്ധായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാർ ഒന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ. ഭൂമി ലംഘനം ചെയ്ത് സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കിക്ഷണാൽ രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ. ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. അല്ലായികിലോ ദശകണ്ഠനെ ബന്ധിച്ച് മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോട് ലങ്കാപുരത്തെയും കൂടെ വലത്ത് കരത്തിലാക്കിക്കൊണ്ട് രാമാന്തികെ വെച്ചു കൈതൊഴുതിയിടുവൻ. രാമാങ്കുലീയമൻ കയ്യിൽ ഉണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോരു വിധിസുതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ. പിന്നെയും ദേവിയെ കണ്ടു തിരിയെ വരിക നീ രാവണനോട് എതിർത്തിയിടുവാൻ. പിന്നെയാം രാവണനോ നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ. അന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക. കല്യാണം ഭവിക്കതേ മാരുതദേവനും ഉണ്ടരികെ തവ. ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്ത് കപികുലം ആശു പോകെന്ന വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. യുദ്ധം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ. ഇതി അധ്യാത്മരാമായണേയുമാസം മഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം. ഹരി ഓം. സകല സുഖകുല വിമല തിലകിത കളേവരെ സാരസ്യ പീയൂഷ സാര സർവസ്വമേ. കഥയ മമ കഥകളതി സാദരം. കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ. കിളിമകളോടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം. കളമൊഴിയുമഴകിനോട് തൊഴുതു ചൊല്ലിയിടിനാൻ. കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖരി സുതയൊടു ചിരിച്ചു ഗംഗാധരൻ. എങ്കിലോ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. ലവണ ജലനിധി ശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി. മനുജ പരിവൃഢ ചരണ നളിന യുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കപിവരൊരടമിത ബല സഹിതമുര ചെയ്തിതു കണ്ടുകൊള്ളിൻ നിങ്ങളെങ്കിലെല്ലാവരും. മമ ജനക സദൃശനഹമതി ചപലമംബരേ മാനേന പോകുന്നിതാശരേശാലയെ. തനയ ശരസമധിക സാഹസാൽ അദ്യൈവ പശ്യാമി രാമപത്നീമഹം. അഖില ജഗദധിപനോടു വിരവിലറിയിപ്പനിങ്ങദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം. പ്രണതജന ബഹുജനന മരണ ഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ. ജനി മരണ ജലനിധിയെ ഇരവൊടു കടക്കും മജ്ജമ്മനാ കിംപുനസ്തസ്യ ദൂതോസ്മ്യഹം. തദനു മമ ഹൃദി സപതി രഘുപതിരനാരദം. തസ്യാങ്കുലീയവും ഉണ്ടോ ശിരസി മേ. കിമപി നഹി ഭയം ഉദധി സപതി തരിതും നിങ്ങൾ കേശപ്രവരരെ. ഖേദിയായി ഖേതുമേ ഇതി പവന തനയനുര ചെയ്തു
വാലും നിജമേറ്റമുയർത്തി പരത്തിക്കരങ്ങളും അതിവിപുലകള തലവും ആർജവമാക്കി നിന്ന് ആ കുഞ്ചിതാംഗ്രിയായൂർധ്വനയനായി ദശവദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ച് ദക്ഷിണദിക്കുമാലോക്യ ചാടിയിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.